ആലത്തൂർ ടൗണിലെ റോഡ് തകർച്ച. കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. തകർന്നു തരിപ്പണമായി ഗതാഗതം ദുഷ്കരമായ ആലത്തൂർ ടൗണിലെ പ്രധാന റോഡുകളിലെ കുഴികൾ അടയ്ക്കണമെന്നാവശ്യപ്പെട്ടാണ് ആലത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. കാലവർഷം കനത്തതോടെ റോഡുകൾ വൻതോതിൽ കുഴികളായി രൂപപ്പെട്ടിട്ടും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. മണ്ഡലം പ്രസിഡന്റ് എ ഹാരിസിന്റെ അധ്യക്ഷതയിൽ DCC സെക്രട്ടറി KM ഫെബിൻ ഉദ്ഘാടനം ചെയ്തു. ആലത്തൂരിന്റെ ഹൃദയഭാഗം ഇന്നും പൊട്ടിപ്പൊളിഞ്ഞു തന്നെ കിടക്കുകയാണ്. ആലത്തൂര് പല രീതിയിലും കടകളും അതുപോലെ തന്നെ ജനങ്ങൾ ഇടപെട്ട് ജനങ്ങളുടേതായ സ്ഥാപനങ്ങൾ ഇവിടെ ഒട്ടനവധി ഉണ്ടെങ്കിൽ കൂടി സർക്കാർ എന്നുള്ള നിലയ്ക്ക് ഇവിടെ പ്രാദേശിക സർക്കാരുകൾ കാലാകാലങ്ങളിൽ നടത്തേണ്ട വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ആലത്തൂരിൽ ഇതുവരെയായിട്ട് നടത്തിയിട്ടില്ല എന്ന് കൃത്യമായി നമുക്ക് പറയാൻ കഴിയും. അതുതന്നെയാണ് ഇവിടുത്തെ ഭൂരിഭാഗം വരുന്ന ജനങ്ങളുടെയും അഭിപ്രായം. പല ഭാഗങ്ങളും പല രീതിയിലും പല പ്രദേശങ്ങളും വികസിച്ചു. ആലത്തൂരിൻ്റെ ഇവിടെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വന്നൊരാൾ ആലത്തൂർ ഇന്ന് വരികയാണെങ്കിൽ അവർക്ക് ഒരു തരത്തിലുള്ള വ്യത്യാസവും ഈ പ്രദേശത്ത് കാണാൻ കഴിയില്ല. ഒരു വികസന പ്രവർത്തനവും ഇവിടെ നടക്കുന്നില്ല. റോഡിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായി ചെയ്യേണ്ട റോഡ് ഡ്രൈനേജ് സംവിധാനങ്ങൾ ഇവിടെ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. ഒരു തരത്തിലുള്ള അതിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെയും കാര്യങ്ങളിൽ ഈ പ്രാദേശിക ഗവൺമെൻറ്റുകൾ അതുപോലെ തന്നെ ഇവിടുത്തെ MLA ഇവിടുത്തെ MP ഇതുവരെ ഒരേ കക്ഷിയിൽപ്പെട്ട ആളുകളാണ് ഇവിടെ നിന്ന് ജയിച്ചു വരുന്നത്. അവർക്കാണ് ഇവിടെയുള്ള പ്രാദേശിക പഞ്ചായത്തിൻ്റെ ഭരണസമിതി അവരാണ്, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണസമിതി അവരാണ്, ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി അവരാണ്, MLA അവരാണ്, MP അവരാണ്. എല്ലാ തരത്തിലുള്ള അവസരങ്ങളും കാലാകാലങ്ങളിൽ ഇവിടുത്തെ ജനങ്ങൾ ഒരേ കക്ഷിക്ക് തന്നെ വിശ്വാസമർപ്പിച്ച് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളുകൾ ഇവിടുത്തെ ജനങ്ങളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയും അവർ കൊടുക്കുന്നില്ല. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KV കണ്ണൻ, ഷാഹിദ് ആലത്തൂർ, സെയ്ദ് മുഹമ്മദ് തൻസീല, സഹബുദ്ദീൻ, ഗീത, ലത സ്വാമിനാഥൻ, സജീവ്, വിനോദ്, ജബ്ബാർ, സജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.